നമസ്കാരം. വചനദീപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള വരം നൽകിയതിനു ശേഷം അവരും അനേകം അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. ഒരിക്കൽ ഒരു പിതാവ് ചന്ദ്രരോഗം ബാധിച്ച തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ശേഷം ആ പിതാവ് തൻ്റെ മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി. പിന്നീട് ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്തുകൊണ്ട് അവർക്കതിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചതിന് നിങ്ങളുടെ അവിശ്വാസം മൂലമത്രയെന്ന് അവൻ അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്നും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല എന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടായി പറയുകയുണ്ടായി. ദൈവിക പ്രവൃത്തിയുടെ ആധാരമെന്ന് പറയുന്നത് തന്നെ ദൈവവിശ്വാസമാണ്. അവിടുത്തെ പ്രവൃത്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നത് മാത്രമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്. വിത്തിൽ ചെറുതെങ്കിലും വളർന്നു മറ്റു സസ്യങ്ങളിൽ നിന്നെല്ലാം വലുതായി ആകാശത്തിലെ പറവകൾക്ക് വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായിത്തീരുന്ന ഒന്നാണ് കടുക്. അപ്രകാരം ഉള്ളിലെ ഒരു ചെറുതരി വിശ്വാസമെങ്കിലും ഉണ്ടുവെങ്കിൽ വലിയ പ്രവൃത്തികൾ നമ്മളിലൂടെ നടക്കപ്പെടും. വിശ്വാസത്തിൻ്റെ വിത്തുകളെ നമ്മിൽ വിതയ്ക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ദിനവും നാം നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യുമ്പോഴും അത് വിശ്വാസം മൂലമാണ്, അല്ലേ? ഒരു ഡോക്ടർ നൽകുന്ന മരുന്ന് ഭയം കൂടാതെ വാങ്ങിക്കഴിക്കുമ്പോഴും യാത്ര പോകുവാൻ ബസ്സിൽ കയറുമ്പോഴുമെല്ലാം നാം വിശ്വാസമർപ്പിക്കുന്നത് ആ ഡോക്ടറിലും മനുഷ്യനായ ആ ഡ്രൈവറിലുമൊക്കെയാണ്. ഇത്തരത്തിൽ നമ്മളെപ്പോലെ തന്നെയുള്ള നിസ്സാരരായ മനുഷ്യരിൽ നാം വിശ്വാസമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് സർവശക്തനായ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ നമുക്ക് വിശ്വാസമർപ്പിക്കുവാൻ സാധിക്കാത്തത്? നിരാശകളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ തളരുമ്പോൾ, അവിശ്വാസം ഉടലെടുക്കുമ്പോൾ അതിനെ മറികടക്കുവാനും ദൈവിക പദ്ധതി നമ്മിലൂടെ നിറവേറുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കുക, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എന്തു ചോദിച്ചാലും അത് നൽകുവാൻ നമ്മുടെ ദൈവം സന്നദ്ധനാണ്. ആമേൻ.